അപ്പോൾ നമുക്ക് ഓവനില്ലാതെ തന്നെ മുട്ട പഫ്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 8 മുട്ട പഫ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ അതിനുള്ള മസാല തയ്യാറാക്കാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് 2 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മസാല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഫ് ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കുഴയ്ക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 6 ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ 6 ലെയറാണ് പഫ്സിന് എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ ഈ മൈദയുടെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ഇനി നമുക്കിത് ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ പൂരിയുടെ വലിപ്പത്തിനാണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ 6 എണ്ണവും പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ തീരെ നേർമയ്ക്ക് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാ ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പോ ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ പൂരി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്ത ബട്ടറാണ്. എല്ലാ സ്ഥലത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതും എല്ലാ സ്ഥലത്തേക്കും ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ 6 ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നേർമയായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് പഫ് ഷീറ്റാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 9 കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഫ്സിന് വലിപ്പം കൂട്ടണമെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള പഫ്സാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഓരോ ഷീറ്റായി എടുത്ത് അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കഷ്ണം മുട്ട വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ബട്ടർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഒട്ടിക്കോളും. ഇനി ഒട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ തേച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മളെടുത്ത ഷീറ്റ് തീരെ ചെറുതായി പോയെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം പഫ്സാക്കി എടുത്താലും മതി. എല്ലാ ഷീറ്റും ഇതുപോലെ പഫ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് 10 മിനിറ്റ് പ്രഷർ കുക്കർ ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം.
ഇതുപോലൊരു അലൂമിനിയം അടപ്പിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഫ്സ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 പഫ്സാണ് ഒരുമിച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പഫ്സിന് ഈ അടപ്പോട് കൂടി തന്നെ പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ നല്ല ചൂടായതുകൊണ്ട് വളരെ കെയർ ചെയ്ത് വേണം ഇത് ചെയ്തെടുക്കാൻ. കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷർ മാറ്റേണ്ടതില്ല നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഇതുപോലൊരു ടവൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിന് ഉള്ളിലുള്ള എയർ ഒട്ടും പുറത്ത് പോകാതെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം, പഫ്സിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. പഫ്സ് ഇവിടെ പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിനും അതേ ടെക്സ്ചറിനും തന്നെയാണ് ഇത് റെഡിയായി വന്നിരിക്കുന്നത്. നല്ല ലെയറായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഫ്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്